ഹലോ മച്ചന്മാരെന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? നമ്മളത് വർക്ക് ഇന്ന് ഏകദേശം വർക്കൗട്ട് കഴിഞ്ഞിട്ടോ. 2 ദിവസം കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മളെ പണി സൺറിങ്ങിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞ് സ്പാൻ വരെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് 4 8 ആൾ വെച്ചിങ്ങാട്ട് ഒരു കുഴപ്പമില്ല. അൽഹംദുലില്ലാഹ് കുണ്ടന്മാരൊക്കെ എപ്പോഴും ജവാന്മാരാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പണി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ വലിയൊരു പണിക്കാരും കാര്യങ്ങളായിട്ടല്ല ഇത് പറയുന്നത്. നമ്മൾ എടുക്കുന്ന പണിയിൽ നമുക്കൊരു കൺട്രോളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. യാതൊരു ശരീരത്തിനും കാര്യമൊന്നും പിടിക്കാണ്ട് ഒരു വൃത്തിയിൽ അങ്ങനെ അങ്ങോട്ട് പോകും. ഇപ്പോൾ നമ്മൾ ഫുള്ള് സ്പാൻ കയറ്റിയിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ സ്പാൻ കയറ്റിയത്. ഈ പലകൻ്റെ മുകളിലാണ് സ്പാൻ കയറ്റിയത്. കണ്ടോ, ചില ആൾക്കാർ എന്താ ചെയ്യുക, ഈ നാക്ക് കാരണം നേരെ താഴത്തേക്കാക്കിയാണ് നാക്ക് കയറ്റും. ഈ ലെവലിൽ നാക്ക് വെച്ച് കയറ്റും. നമ്മൾ നേരെ ഇതിൻ്റെ മുകളിലോട്ട് കയറ്റുക. ഇതിൻ്റെ നേരെ മുകളിലോട്ട് കയറ്റാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് ലേശം ഒരു പിടുത്തുണ്ടാവും. ഈ സൈഡിൻ്റെ മുകളിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നുള്ളൂ. നമ്മൾ ഒരു പേടിക്കേണ്ട. ഇത് അടിയിൽ നമ്മളെ വെച്ച് 1 ഇഞ്ച് താഴത്തേക്ക് കട്ടടിച്ച് ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ലേശം ഒരു പേടിയാണ് ലോഡും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. ഇത് ലേശം ഷീറ്റ് ഇടുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അത് വേണമെങ്കിൽ റീപ്പർ വെക്കാം, അല്ലെങ്കിൽ പ്രശ്നമില്ല. ലേശം ഗ്രൗട്ട് അവിടെ ഇറങ്ങുന്നുള്ളൂ, ഒരു വിഷയമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫുള്ള് സ്പാൻ കയറ്റുന്നത്. എന്നാ മുഷ സ്പാൻ ഒതുക്കി. അപ്പോൾ നമ്മളിതാ സ്പാൻ കയറ്റുന്നത്. ഇവിടെ കയറിടാണ്ട രക്ഷമില്ല. സാധാരണ നമ്മൾ കോണി വെച്ച് പൊന്തിക്കുക ചെയ്യൽ. ഇത് ഫുള്ള് സ്പാൻ ചെറിയ സ്പാനാണ്. 3 മീറ്ററിൻ്റെ റൂമാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കയറി കെട്ടിങ്ങാണ്ട് സ്പാൻ പൊന്തിക്കുന്നത്. 2 ആൾ മുകളിൽ നിന്നിങ്ങാട്ട് കയറൊക്കെ കെട്ടിയായിട്ട് സ്പാൻ പൊന്തിക്കുകയാണ്. സാധാരണ നമ്മൾ വീടിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് കോണി ചുമൻ്റെ മുകളിൽ ചാരിച്ചിട്ടാണ് സ്പാൻ പൊന്തിക്കൽ. അപ്പോൾ വെറും 2 ആൾ മതി സ്പാനിൻ്റെ വർക്ക് എടുക്കാൻ. പക്ഷേ ഇതിന് 3 ആൾ നിർബന്ധമാണ്. 3 ആളില്ലാണ്ട് ഈ പണിയെടുക്കാൻ കഴിയില്ല. കാരണം സ്പാൻ ചെറുതായത് കൊണ്ട് കിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ വലിയ റിസ്ക് ഇല്ല. കണ്ടോ, സ്പാൻ നേരെ ഇതിൻ്റെ മുകളിലായിട്ട് കയറ്റി വെച്ചതാണ്. സ്പാൻ നേരെ ഇതിൻ്റെ മുകളിൽ കയറ്റി 1 ഇഞ്ച് ഇപ്പോൾ അതിൻ്റെ മുകളിൽ കയറി കിടക്കാണ്. 1 ഇഞ്ച് കണ്ടോ പലകൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമാണ്, ഒരു പേടിക്കേണ്ട. അനങ്ങൂല, അത് അവിടെ കിടക്കും. എത്ര ലോഡ് എങ്ങനെ കോൺക്രീറ്റ് കൊണ്ടുപോയിട്ടാലും പേടിക്കേണ്ട, അത് അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ. അപ്പോൾ നമ്മളത് ഫുള്ള് പണി ഇന്നത്തോടെ ഏകദേശം അൽഹംദുലില്ലാഹ് കഴിഞ്ഞിപ്പോൾ നാളെ രാവിലെ 2 ആൾ വന്ന് ഷീറ്റ് ഇടാനും ബാക്കിയുള്ള 4 ആൾ സൺസൈഡ് അടിപ്പിക്കാൻ നിന്നുണ്ടെങ്കിൽ നാളത്തോടു കൂടി ഇവിടുത്തെ പണി ഏകദേശം അത് തീരും. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ തന്നെ പണിക്ക് വരുമ്പോണ്ടല്ലോ നമുക്കൊരു കണക്ക് വേണം. ഏകദേശം നമ്മൾ ഇന്ന് എന്ത് പണി ചെയ്യണം, എന്ത് കാട്ടണമെന്നുള്ള ഒരു കണ്ടീഷൻ, നമുക്കൊരു പ്ലാൻ കറക്റ്റ് വേണം. നമുക്കൊരു പ്ലാൻ ഇല്ലാണ്ട് നമ്മൾ 3 4 5 പണിക്കാർ നമ്മൾ വെറുതെ സൈറ്റ് കൊണ്ടുപോയിട്ട് കാര്യമില്ല. നമ്മളൊരു കാഴ്ചപ്പാട് വേണം. ഇന്ന് രാവിലെ പോയിട്ട് ഇനി ചെയ്യണം, ഇത്രയും കാട്ടണം എന്നുള്ളത്. ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് നമുക്ക് സ്റ്റെപ്പ് ഒരാളുള്ളത്. ഈ ഒരു സൈഡിൽ ഇങ്ങനെ വന്നുകൊണ്ട് ലാൻഡിങ് ഇവിടെ വന്നിട്ട് നേരെ തിരിഞ്ഞ് കയറാനുള്ള ഈ ഒരു ഏരിയ സ്റ്റെപ്പ് അടിക്കാനുള്ളതാണ്. ഈ ഒരു പണി അപ്പോൾ ലേസർ റിസ്ക് ആയി കാണുന്നുള്ളത്. ബാക്കിയുള്ള വലിയ പ്രശ്നം. അതേമാതിരി ഇവിടെ ഒരു വലിയൊരു ബീമും കയറ്റാണ്ട് അതിന് ലേസർ ടൈം എടുക്കും. ആ 2 പണിക്കും ബാക്കിയുള്ള പ്രശ്നമല്ല. ബാക്കിയുള്ളതൊക്കെ ടക്ക് പരിപാടി തീർക്കാം. ഈ ഒരു പണി മാത്രമേ ലേസർ ബുദ്ധിമുട്ടായി വരുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് എടുത്തല്ലേ പറ്റുള്ളൂ. നമ്മൾ കയ്യിലാന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ലല്ലോ. ചെയ്യുള്ള കേസ് ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഈ സൺസൈഡ് നമ്മൾ അടിച്ച് ഈ സൺസൈഡ് കണ്ട ഈ സൺസൈഡിൻ്റെ അടിയിലൊന്നും പീസ് അടിച്ചില്ല. ഈ സൺസൈഡിൻ്റെ അടിയിൽ നമ്മൾ പീസ് അടിക്കേണ്ട ആവശ്യമില്ല. ഈ സൺസൈഡിൻ്റെ ഇതിൻ്റെ ഈ പലകൻ്റെ അടിയിൽ നമ്മൾ പറ്റടിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം ഷീറ്റ് ഇതിൻ്റെ മുകളിലാണ് കയറിക്കണേ. ഷീറ്റ് കയറി നിൽക്കുക ഈ 1 ഇഞ്ചിൻ്റെ മുകളിലാണ് ഷീറ്റ് കയറി നിൽക്കുക. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അടിയിലുണ്ടാവും ഒന്നിനും പീസ് അടിക്കേണ്ട ഒരാവശ്യമില്ല. വെറുതെ എന്തിന് പീസ് ഇട്ടാണ് ടൈം പോക്കണേ, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഒരൊറ്റ പലൻ്റെ അടിയിൽ അടിച്ചില്ല. കേട്ടോ, ആ പലൻ്റെ അടി അടിച്ചില്ല, മറ്റേ പലൻ്റെ അടിയിൽ അടിച്ചില്ല, ഒന്നിൻ്റെ അടിയിൽ നമ്മൾ അടിച്ചില്ല. ഇങ്ങോട്ടേക്ക് വന്ന് നോക്കിയാൽ ഒരൊറ്റ പലൻ്റെ അടിയിൽ നമ്മൾ അടിച്ചില്ല. ഫുള്ള് പല ഫ്രീ ആണ്. ഈ കിടക്കണ ഫുള്ള് പല ഫ്രീ ആണ്. അതിൻ്റെ അടിയിലൊന്നും നമ്മൾ പീസ് അടിക്കേണ്ടിയില്ല. കാരണം ഷീറ്റ് ഫുള്ള് ഈ സൈഡിൻ്റെ മുകളിലാണ് ഷീറ്റ് കയറിക്കുക. ഷീറ്റ് ഇതിൻ്റെ മുകളിൽ 1 ഇഞ്ച് കയറി നിൽക്കും. പിന്നെ നമ്മൾ അതിൻ്റെ അടിയിൽ അടിക്കണേ പറ്റിന് ഒരു അടിയിൽ ഒരു സപ്പോർട്ട് വേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് ഈ മൊബൈൽ വെച്ച് ഇതിൻ്റെ അടിയിൽ കണ്ടോ, ഇതിനടിയിലൊന്നും നമ്മൾ എന്ത് ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ല. അതിന് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, വെറുതെ കണ്ടമാനം പല എടുത്തിട്ടാൽ ഒരു ആവശ്യമുണ്ടോ? ആവശ്യമുള്ള പണി നമ്മൾ എടുത്താൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.